നമസ്കാരം, ദിസ് ഇസ് തസ്ലീന. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ എന്തൊക്കെയോ വലിയ സംഭവമാണെന്നൊക്കെ, ശരിയല്ലേ? എന്നാൽ ചില ഇൻസിഡൻസ് അല്ലെങ്കിൽ ചില വ്യക്തികൾ ഒന്നുമല്ല എന്ന് നമ്മുടെ മുന്നിലൂടെ പ്രൂവ് ചെയ്ത് പോവാറുണ്ട്. അതായത് ഞാനീ പറയാൻ പോകുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ തൃശ്ശൂരുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ജ്യൂസ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 10-20 വയസ്സിൽ താഴെ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങോട്ട് കയറി വന്നു. ആ കുട്ടി ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ അന്നാണ് കാണുന്നത്. വളരെ സൈലന്റ് ആയിട്ട് കയറി വരുന്നു. ക്യാഷ്യറിൽ ഇരിക്കുന്ന ചേട്ടനോട് എന്തൊക്കെയോ സംസാരിക്കുന്നു, അപ്പൊ തന്നെ തിരിച്ചു പോകുന്നു. സത്യം പറഞ്ഞാൽ ആരും വരെ ശ്രദ്ധിച്ചു കാണില്ല, കാരണം എല്ലാവരും കഴിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിൽ, പലരും ഫോണിലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവൾ വീണ്ടും വന്നു. അപ്പോൾ പക്ഷെ അവൾ ഒറ്റയ്ക്കായിരുന്നില്ല. അവളുടെ കൂടെ ഒരു 10-12 കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ്. അതേപോലെ തന്നെ ഒരു 10-12 വയസ്സ് ഏജ് വരെ പ്രായം തോന്നിക്കുന്ന കുട്ടികളും ഒരു കുറച്ച് ഏജിലായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാവരും ഭിക്ഷ യാചിക്കുന്നവരാണ്. റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഭിക്ഷ യാചിക്കുന്ന കുറച്ച് കുട്ടികളായിട്ടാണ് അവൾ വന്നിട്ടുള്ളത്. അവരുടെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ തോന്നുന്നതല്ല. കീറിപ്പറഞ്ഞ, മുഷിഞ്ഞ, സ്മെല്ലൊക്കെ ഉള്ള വേഷമാണ്. അവർ വന്നതും നോക്കുന്നത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ആണ്. കാരണം അവരുടെ ജീവിതത്തിൽ അവരങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടാവില്ല, ഉൾഭാഗത്തേക്ക് കയറിയിട്ടുണ്ടാവില്ല. അതിന് വിത്തിൻ സെക്കൻഡ്സ് അവിടെയുള്ള ആള് ജ്യൂസ് കൊണ്ടു കൊടുത്തു. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു. കുട്ടികൾ ഉടനെ തന്നെ അത് കുടിച്ച് ഒരു ചിരി പോലും കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു നന്ദി വാക്ക് പോലും പറയാതെ അവരങ്ങ് ഇറങ്ങിപ്പോയി. അവരെല്ലാം പോയതിനു ശേഷം ഈ കുട്ടി ഒരു ജ്യൂസ് വാങ്ങി കഴിച്ച് അതിൻ്റെ ക്യാഷും കൊടുത്ത് ഇറങ്ങാൻ വേണ്ടി. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് മിക്കതും ഇവിടെ ഏതെങ്കിലും ചാരിറ്റിയുടെ സംഘടനയുടെ ഒക്കെ ഭാഗമായിരിക്കും, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ വാങ്ങിക്കൊടുക്കുന്നതാവും. എന്തായാലും ഒന്ന് സംസാരിക്കാം എന്നെനിക്ക് തോന്നി. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്താണ് സംഭവം, ഇവരൊക്കെ എവിടുന്നാണ് കിട്ടിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നടന്നു വരികയായിരുന്നു ചേച്ചി, അപ്പോൾ അവർ നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, വെള്ളം വാങ്ങാൻ കാശ് വേണമെന്ന് പറഞ്ഞത്ര. അപ്പോൾ ഇവർക്കൊരു 10 രൂപ കൊടുത്തൊരു മിനറൽ വാട്ടർ വാങ്ങിച്ചു കൊടുക്കാൻ തീരാവുന്ന പ്രശ്നമുള്ളൂ അല്ലേ. പക്ഷെ അവൾ ചെയ്തത് അതല്ല. അവൾ പറഞ്ഞു, കാശ് തന്നാലും അത് നിങ്ങൾക്ക് കിട്ടില്ലല്ലോ, നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ട കൂടെ വന്നു, ഞാൻ ജ്യൂസ് വാങ്ങിത്തരാം, വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികളെല്ലാവരും വന്നു, അവർക്ക് എല്ലാവർക്കും കൂടെ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. എന്നെ ശരിക്കും എൻ്റെ കണ്ണു തുറപ്പിച്ച ഒരു ദിവസമാണ്. മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണ എന്താണ് കാണാറുള്ളത്, 1 കിലോ അരി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുക്കുമ്പോഴേക്കും നമ്മളൊക്കെ സ്റ്റാറ്റസ് ഇടും, 4 ആൾ അറിയിക്കും, അല്ലെങ്കിൽ ആരാണ് ചാരിറ്റി ചെയ്യുന്ന ആളുകൾ, കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളുകളാണ് എപ്പോഴും ചാരിറ്റി ആയിട്ട് ചെയ്യുന്നത് അല്ലേ. സിംഗിൾ ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്, പക്ഷെ വളരെ റെയറാണ്. അതായത് ആ കുട്ടി ഞാൻ ചാരിറ്റി ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ജ്യൂസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുത്തിട്ടില്ല. അവളെ ആരും തന്നെ ക്യാമറയിലൂടെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് അവൾ ആർക്കും പോസ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ അവളുടെ കൂടെ ഒരു വലിയ കൂട്ടം ഞാൻ കണ്ടിട്ടില്ല, അവൾക്ക് ഫോളോവേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു പറഞ്ഞ സെക്കൻഡിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. വെറുതെ ദാഹിച്ചിരിക്കുന്ന ചെറിയ മക്കളല്ലേ, കണ്ടപ്പോൾ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ആ സെക്കൻഡിൽ ആ ചെറിയ കുട്ടിയുടെ മുന്നിൽ ഞാൻ സത്യത്തിൽ ഒന്നുമല്ലാത്തൊരവസ്ഥയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറയാൻ പോലും ഞാൻ മറന്നു. ആ കുട്ടിയെ അന്നാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നത്. പക്ഷെ ഇന്നും ആ കുട്ടിയുടെ മുഖം എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ചില മനുഷ്യരുടെ ഉള്ളുകൾ എന്താണെന്ന് ശരിക്കും നമുക്ക് അറിയില്ല. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ, അതായത് ഒരു ചിരിയിലൂടെ ആയാലും ഒരു പച്ചവെള്ളത്തിലൂടെ ആയാലും ഒരു മിനറൽ വാട്ടറിലൂടെ ആയാലും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവരോട് ദയ കാണിക്കാൻ കഴിയും എന്നാണ് ശരിക്കും അന്ന് അവൾ എനിക്ക് നൽകിയ പാഠം. ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് ടു എക്സ്പ്ലെയിൻ. അവളുടെ ആ ഒരു പ്രവൃത്തി അതെന്നെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത്. നമ്മളൊരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കൂടെ കുറെ ആളുകൾ വേണമെന്നോ അല്ലെങ്കിൽ കോടിക്കണക്കിന് കാശ് വേണമെന്നോ എന്നൊന്നുമില്ല. നന്മ എന്ന് പറയുന്നത് ഒരു ചിരിയിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സത്യത്തിൽ നമ്മുടെ കണ്ണ് തുറപ്പിച്ച അല്ലെങ്കിൽ കണ്ണ് തുറപ്പിക്കുന്ന ഇതുപോലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ കാണും. അവരെ പോലെ ആവാനൊന്നും പറയാൻ എനിക്ക് കഴിയില്ല, കാരണം അവരെ പോലെയൊക്കെ ആവുക എന്നുള്ളതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാം ഇങ്ങനൊരു മകൾക്ക് ജന്മം കൊടുത്തതിൽ, യാതൊരു സംശയമില്ല. അതേസമയം മനസ്സുകൊണ്ട് ഞാനൊരു സല്യൂട്ട് കൊടുക്കുന്നു ആ കുട്ടിക്ക്. താങ്ക് യു.